സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാർച്ചിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും കേസിൻ്റെ സാക്ഷികളെ മൊഴിയെടുക്കുന്നത് ജൂലൈ മാസത്തോടുകൂടിയാണ് തുടങ്ങിയത്. അതിനു മുമ്പ് ഇതിൻ്റെ കേസ് ഡയറി ക്രൈംബ്രാഞ്ചിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും കേസ് ഡയറി ഞങ്ങൾ എടുത്തതിന് ശേഷം അത് പഠിച്ച് അതിന് ശേഷമാണ് ചോദ്യം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഞാൻ ഏകദേശം 12-14 ദിവസം കേസ് അന്വേഷിച്ചിട്ടുള്ളൂ. ആകെ 24 സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അതിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ പ്രതികളായിട്ട് ആരെയും ചേർത്തിട്ടില്ല. അൺനോൺ പ്രതികളെന്നാണ് കാണിച്ചിരുന്നത് FIR. ഞാൻ ഇപ്പോൾ എനിക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം CBIയുടെ എനിക്ക് ശേഷം വന്ന 6ാമത്തെ ടീം നന്ദകുമാർ നായർ DYSPയുടെ മേൽനോട്ടത്തിലുള്ള ടീം ഈ 2 അച്ഛന്മാരെയും ഫാദർ തോമസ് കൂത്തൂരിനെയും ജോസ് കൂത്തർക്കയിലിനെയും സിസ്റ്റർ സെഫിയെയും അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 പ്രതികൾ ആയിട്ട് അവരുടെ പേരിൽ ചാർജ് ഷീറ്റും പിന്നീട് CBI നന്ദകുമാർ നായർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് സെഫിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, മൊഴിയെടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ അച്ഛന്മാരെ 2പേരെയും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അത് എനിക്ക് ശേഷം വന്ന ടീമുകളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലത്ത് ഈ കേസ് പൊതുവായിട്ടുള്ള സാക്ഷികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കേസ് ആത്മഹത്യയാണോ അപകട മരണമാണോ, അപകടം വെച്ചാൽ ആക്സിഡൻറ്റ് പറ്റിയ മരണമാണോ അതോ കൊലപാതകമാണെന്നുള്ള സ്റ്റേജ് ആകുന്നില്ലല്ലോ. കുറേ സാക്ഷികളെയും ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് പിന്നീട് എൻ്റെ അന്വേഷണ പുരോഗതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശേഖരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പറയുന്ന മാതിരി ആത്മഹത്യ ചെയ്തതല്ല എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചു. അത് ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകട മരണം, അതായത് കിണറ്റിൽ വെള്ളം കോരാനോ എല്ലാം ചെന്നോ അല്ലെങ്കിൽ എന്താവശ്യത്തിനോ ഈ കോൺവെൻറ്റിൻ്റെ കോട്ടയം ബൈസ്റ്റാൻഡ് കോൺവെൻറ്റിലെ അന്തേവാസിയായിരുന്നല്ലോ. അപ്പോൾ അവിടെ കോൺവെൻറ്റിൻ്റെ പിൻഭാഗത്തുള്ള കിണറ്റിൽ വെള്ളം കോരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തിറങ്ങി കാലിൽ വഴുതി ചുറ്റുമതിലിൻ്റെ മുകളിൽ കൂടെ അകത്ത് കിണറ്റിനുള്ളിലേക്ക് വീണതല്ല എന്നും എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ളത് കൊലപാതകമാണ്. കൊലപാതകത്തിലേക്കും ചില സൂചനകൾ എനിക്ക് കിട്ടി എൻ്റെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ അത് ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ എഴുതി, കേസ് ഡയറിയിൽ രേഖപ്പെടുത്തി. അത് SP-ക്ക് അത് തൃപ്തിയായില്ലെന്ന് അന്നേരം എന്നോട് പറഞ്ഞില്ലെങ്കിലും ഈ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകളിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ SP എഴുതി അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഞാൻ വർഗീസ് പി തോമസ് CBIയുടെ വിലയേറിയ സമയം, വിലപ്പെട്ട സമയം നിഷ്പ്രയോജനമാക്കി കളയുകയാണ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. ഇത് ക്രൈംബ്രാഞ്ച് കൊലപാതകമാണെന്ന് കണ്ടെത്തി RDOയുടെ കോടതിയിൽ ആത്മഹത്യയാണെന്ന് കണ്ടെത്തി RDOയുടെ കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് CBIയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയാളെ ഉപദേശിച്ചിട്ടുണ്ട് ഇത് ആത്മഹത്യയാക്കി റിപ്പോർട്ട് തരാൻ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അതിർത്തി, എൻ്റെ അതിലുള്ള വിയോജിപ്പ് ഞാൻ SP-യുടെ ജയിലിലെത്തിച്ചു. അത് ഹെഡ് ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടുന്ന് മദ്രാസ് റീജിയണൽ ഓഫീസിൽ നിന്ന് 2 DIGമാർ ഓരോ തവണ ആദ്യം ഒരാൾ വന്നു. DIG കർശനമായ നിർദ്ദേശം കൊടുത്തു പാടില്ല, ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിക്കണം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നടപടിയെടുക്കാം, ബാക്കിയുള്ളത് കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് DIGയോട് SR എന്ന് പറയുമെങ്കിലും പോയി കഴിയുമ്പോൾ പിന്നെയും പഴയ ശങ്കരൻ തെങ്ങിലേക്ക് തന്നെയാണ് കയറിയിരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ രണ്ടാമത് വീണ്ടും ഇത് അപ്പോഴത്തേക്ക് ഒരുമാതിരി എന്താ ഇഷ്യൂ ആയി. രണ്ടാമത്തെ DIG വേറൊരു DIG, അദ്ദേഹം ആദ്യത്തെ ആൾ മാറിപ്പോയപ്പോൾ രണ്ടാമത്തെ DIG വീണ്ടും വന്ന് അന്വേഷിച്ചു. അതേപോലെ തന്നെ ഈ SP ത്യാഗരാജനാണ് എൻ്റെ അന്നത്തെ മേലുദ്യോഗസ്ഥൻ, അതായത് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. നിർദ്ദേശം കൊടുത്തു, സമ്മർദ്ദം പാടില്ല, കർശനമായി, കുറേ കൂടെ കർശനമായി. ഇല്ല സാർ, ഞാൻ എസ് സാർ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഈ അവഹേളിക്കുക, നമ്മളെ പല രീതിയിൽ പീഡിപ്പിക്കുക എന്നുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ എനിക്ക് സ്വസ്ഥതയായിട്ട് കേസ് അന്വേഷിക്കാൻ പറ്റാത്ത സാഹചര്യമായി.
കേസ് ഇത്ര ദിവസത്തിനകം തീർത്തു തരണം എന്ന് എനിക്കൊരു മെമ്മോയൊക്കെ തരുന്നുണ്ട്. അങ്ങനെയായി വീണ്ടും ഇത് കൊടുമ്പിരി കൊണ്ട് ഹെഡ് ഓഫീസ് ലെവലിലെത്തി. അതിനിടയ്ക്ക് അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ വോളണ്ടറി റിട്ടയർമെൻറ്റ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആയി ഞാൻ ഹെഡ് ഓഫീസിലേക്ക് എൻ്റെ വോളണ്ടറി റിട്ടയർമെൻറ്റിന് സ്വമേധയാ സർവീസിൽ നിന്ന് പിരിയുന്നതിന് ഞാൻ നോട്ടീസ് കൊടുത്തു. നോട്ടീസ് സ്ഥിരമായ ഉദ്യോഗസ്ഥ പെർമനൻറ്റ് എംപ്ലോയീസിന്, ഓഫീസേഴ്സിനായാലും താഴെ സബോർഡിനേറ്റ്സിനായാലും 3 months നോട്ടീസ് വേണം. അത് സർക്കാർ സർവീസിലെ ചിട്ട. അങ്ങനെ 3 months നോട്ടീസ് ഞാൻ ഓഗസ്റ്റ് മാസം കൊടുക്കുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ എനിക്ക് കൃത്യം ഓർമ്മയില്ല, കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹെഡ് ഓഫീസ് ലെവലിൽ ഇതിൻ്റെ സൂപ്പർവൈസറി ഓഫീസറായിട്ടുള്ളത് ഒരു മിസ്റ്റർ PG നമ്പൂതിരി IPS ഓഫീസറാണ്. IG ആണ് ഹെഡ് ഓഫീസിൽ, CBI ഹെഡ് ഓഫീസിൽ. അദ്ദേഹമാണ് ഹെഡ് ഓഫീസ് ലെവലിൽ ഈ കേസിൻ്റെ അഭയ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നു. എന്നിട്ട് എന്നെ വിടാനൊക്കത്തില്ല, റീസിനെ സ്വമേധയാ പിരിയാൻ അനുവദിക്കില്ല, നിങ്ങളുടെ സർവീസ് ആവശ്യമുണ്ട്, അവിടെ തുടരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇല്ല ഇത് പിൻവലിക്കണം എൻ്റെ നോട്ടീസിൽ. ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് അത് പിൻവലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാറേ. പിന്നെ എൻ്റെ സേവനം CBIക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്യുമെന്ന് സാറിന് ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ ആ നോട്ടീസ് തള്ളിക്കളഞ്ഞാൽ എനിക്ക് വിരോധമില്ല, ഞാനായിട്ട് പിൻവലിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ അദ്ദേഹം യെസ് എന്നാൽ ഞങ്ങൾ തള്ളിക്കളയും, റിജക്റ്റ് ചെയ്യും നിങ്ങളുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഡയറക്ടറുടെ ഓർഡർ ഇടിച്ച് ഇങ്ങോട്ട് അയച്ചു വന്നു. എൻ്റെ വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ നോട്ടീസ് റിജക്റ്റ് ചെയ്തു. അപ്പോഴും പിന്നെ അങ്ങ് ഈ പീഡനം വളരെ ശക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ ഇൻസൾട്ടും ഹ്യൂമിലിയേഷനും. അപ്പോൾ എനിക്ക് അത് പറ്റാത്ത, എൻ്റെ കീഴ് ജീവനക്കാർക്ക് മുമ്പിലും ഞാനൊരു അവകാശനാകുമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളത് തെറ്റ് ചെയ്തിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടില്ല, വേറെ തിരിമറി നടത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു